ഏറ്റവും അധികം ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നത് UDF സർക്കാരിൻ്റെ കാലത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം ചർച്ച ചെയ്തപ്പോൾ ആ ഇരുണ്ട കാലത്തിലേക്ക് കേരളത്തിന് മടങ്ങണമോ എന്നൊരു ചോദ്യമായി ഉയർന്നിരുന്നു. അപ്പോൾ ആ ഇരുണ്ട കാലം എന്ന അന്നത്തെ ചോദ്യം മാധ്യമങ്ങളിൽ ഒരു വിഭാഗത്തെ, അതുപോലെ പ്രതിപക്ഷത്തെ എത്രമാത്രം അസ്വസ്ഥതപ്പെടുത്തി. ഒരു പുതിയ സാഹചര്യത്തിൽ പവർ കട്ടിലേക്കും ലോഡ് ഷെഡിങ്ങിലേക്കും കേരളം പോകാതെ പീക്ക് ടൈമിൽ മാനേജ് ചെയ്ത് വേണ്ട ചെറിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഗ്രിഡ് തകരാറിലാവാതെ ട്രാൻസ്ഫോർമറുകൾ കൂടുതൽ കത്തി നശിക്കാതെ പോകാൻ കഴിയുന്ന നിയന്ത്രണം ഏത് ഉത്തരേന്ത്യയിലാകെ പവർ കട്ട് ലോഡ് ഷെഡിങ്ങുമാണ്. മുമ്പ് പറഞ്ഞല്ലോ, റെഗുലേറ്ററി കമ്മീഷൻ അനൗൺസ് ചെയ്യും പവർ കട്ട് ഒക്കെ ആണെങ്കിൽ. അങ്ങനൊരു വിഷയമേ ഇക്കാര്യത്തില്ല. എന്നിട്ടും നോക്കൂ, ഇന്നലെ ആ യോഗം നടക്കുമ്പോൾ തന്നെ ശ്രീ ജയചന്ദ്രൻ കേരളത്തിലെ പല മാധ്യമങ്ങളും ലോഡ് ഷെഡിങ് വന്നു കഴിഞ്ഞു എന്ന മട്ടിലേക്ക് ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമപ്രവർത്തനം മുൻപ് പലതിലും എന്ന പോലെ കാണാനിടയായല്ലോ. അപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ച ചെയ്ത UDF ഭരണത്തിലെ ആ ഇരുണ്ട കാലം എന്നത് എത്രമാത്രം അസ്വസ്ഥതപ്പെടുത്തി ഈ കൂട്ടരെ, മുമ്പ് പറഞ്ഞ കൂട്ടരെയൊക്കെ എന്നതിൻ്റെ ഒരു പ്രതിഫലനമാണോ? നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഇരുണ്ട കാലം ഉണ്ടല്ലോ, നിങ്ങളുടെ കാലത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞതിന്റെ അസ്വസ്ഥതയാണ് ഈ കാട്ടുന്നത്. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണ്, സ്ട്രെയിറ്റ് ആണ്. ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിപുലമായ തോതിൽ മണിക്കൂറുകളോളം പവർ കട്ടും ലോഡ് ഷെഡിംഗ് നിൽക്കുന്നു. കേരളം പക്ഷേ അതിലേക്ക് പോകാതെ നിൽക്കുന്നു, ഇരുട്ടിൽ പോകാതെ നിൽക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം.